നമ്മളിപ്പോൾ ഉള്ളത് ഹോളി ഫാമിലി ഹോസ്പിറ്റലിലാണ് കേട്ടോ. ഇനി നമ്മൾ ഈ നട്ടപ്പാതിരാക്കി ഹോളി ഫാമിലിയിൽ പോയി എന്നൊക്കെ നമുക്ക് കാണാം. എന്താണ് ഇത് പേടിച്ച് വിറച്ച് പോയി, അത് വേറൊരു കാര്യം. സത്യം പറഞ്ഞാൽ മറ്റേ പത്തൽ വെട്ടി ഇവനെ അല്ല കേട്ടോ, ഇവനെ പത്തൽ വെട്ടിയത് അവനെ തല്ലണം. പത്തൽ വെട്ടി അവനെ തല്ലണ്ട. പത്തൽ വെട്ടി അല്ലടാ, നിന്നെ എന്നാ ചെയ്യേണ്ടത് നീ തന്നെ പറഞ്ഞാൽ മതി. ഉമ്മ അല്ല എനക്ക് തരണ്ടേ. പത്തൽ വെട്ടി ഈ എത്രയോ ഞാൻ ചോദിച്ചു. എന്നിട്ട് ഈ ചെറുക്കനെ വിഷയം മാറ്റി ഞാൻ വണ്ടി വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇവനോട് ചോദിച്ചതാ, എന്നിട്ട് അവൻ പറഞ്ഞില്ല. അങ്ങനെ രാത്രി 11:30 ആവാറായി. കയറിക്കോ മോനെ. ഓ, ബോള് തട്ടാതെ ഇങ്ങനെ വണ്ടിയുടെ മുകളിൽ വെക്കാൻ തോന്നിയൊരു മഹാമനസ്. നിന്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഈ രാത്രി 11:30 ആയപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ 100 രൂപ മതിയോ? അയ്യോ, വേറെ ലോക്കൽ. അപ്പോൾ കയറിക്കോ. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയെ കാറിനകത്തേക്ക് കയറ്റിയിരുത്തിയിരിക്കുകയാണ്. മനുഷ്യൻ പേടിച്ചു പോയി. അപ്പോൾ ആൻസകുട്ടൻ്റെ ഇൻ്റർവ്യൂവുമായിട്ട് നമുക്ക് വരാം. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 8ൻ്റെ അല്ല 16ൻ്റെ പണി പാതിരാത്രിക്ക് തന്നിട്ടിരിക്കുന്ന ഒരു കൊച്ചിനെ ആട്ടോ നിങ്ങൾ കാണുന്നത്. എനിക്കിന്ന് എക്സാം ഡ്യൂട്ടി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ജോലി കഴിഞ്ഞ് 4:40 കഴിഞ്ഞ പിന്നെ കോളേജിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ചേട്ടൻ എന്നെ കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം കോളേജ് ബസ്സൊക്കെ കടന്നു പോകില്ല. പിന്നെ ബസ്സും കയറി വരുമ്പോഴത്തേക്ക് 6-6:30 ആകും. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ആൻസറാണെങ്കിൽ ഇന്ന് പരീക്ഷ ഉണ്ടായിരുന്നു. അവൻ പരീക്ഷയും കഴിഞ്ഞ് വന്നു. എന്നിട്ട് ഇവൻ എന്നെ ഫോൺ വിളിച്ചു, ഞാൻ കളിക്കാൻ പൊക്കോട്ടെ എന്നും ചോദിച്ചിട്ട്. കളിക്കാൻ വിട്ടാൽ മതിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുക. അത് ചോദിച്ചപ്പോൾ അങ്ങ് കളിക്കാനായിട്ട് വിട്ടാൽ മതിയായിരുന്നു. അതാ പിന്നെ ഈ പാതിരാത്രി ഉറക്കം കളഞ്ഞിട്ട് ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 11:45 അതാ ചൂടോടുകൂടി പറഞ്ഞിട്ട് കിടക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. നാളെ പറഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് അങ്ങ് പോവും. അപ്പം നിങ്ങൾ പറട്ടോ, ഇത് കേട്ടിട്ട് പറയണം. അവസാനം ഇവൻ്റെ കയ്യിൽ ഇവന് പറഞ്ഞു കൊടുക്കാനുള്ള ഉപദേശങ്ങളൊന്നും പറഞ്ഞു കൊടുത്തോളണം. ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ എന്താ ചെയ്യണ്ടേന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇപ്പം എന്ത് കമൻറ്റാണ് കൂടുതൽ വരുന്നതെന്ന് അറിയാൻ പറ്റൂല. വേറൊന്നുമല്ല, പാമ്പ് കടിച്ചു ഇവനെ. ഭാഗ്യത്തിന് പെരുമ്പാമ്പായതുകൊണ്ട് വിഴുങ്ങാത്തത് കൊണ്ടും രക്ഷപ്പെട്ടിപ്പം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. പെരുമ്പാമ്പെന്ന് പറഞ്ഞാൽ ഇവൻ്റെ തൊടയുടെ വണ്ണമുള്ള ഏകദേശം ഇത്രയും വണ്ണമുള്ള സാധനം ഈ ഭാഗത്തോടെയൊക്കെ ഉണ്ട്. പലരും കണ്ടിട്ടുമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇവനിങ്ങനെ ഇറങ്ങി നടന്ന് പെരുമ്പാമ്പ് കടിച്ചതൊന്നുമല്ല, പറമ്പിൽ നിന്നൊന്നും കടിച്ചതൊന്നുമല്ല. ഇവൻ എന്നെ വിളിച്ചു. ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഇവൻ എന്നെ വിളിച്ചു, ഞാൻ കളിക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോവണ്ട, നമുക്ക് ക്രിസ്റ്റലിൽ പോകണം, പെസഹായും കൊഴുക്കട്ട ശനിയാഴ്ചയൊക്കെ വന്നെ, അപ്പോൾ കുറച്ച് ശർക്കരയൊക്കെ വാങ്ങാണ്ട്, അപ്പം നമുക്ക് പോകണം, നീ പോവരുതെന്നും പറഞ്ഞ് ഇവനെ വീട്ടിൽ ഇരുത്തിയതാണ്. വീട്ടിൽ ഇരുത്തി നീ എന്ത് ചെയ്യുമായിരുന്നു? എവിടെ? ഇത് വെട്ടിക്കൊണ്ട് കട്ടിലേ. അന്നേരമാണോ പൂച്ചക്കുഞ്ഞ് കരയണം വെച്ചാട്ടാ? വട്ടി കുരയ്ക്കണം. ഭയങ്കരമായിട്ട് കുറച്ചു. അപ്പൊ നീ ഓർത്ത് എന്താ? ഞാൻ കോഴീനെ പിടിക്കാൻ. പട്ടി നന്നായിട്ട് കുറച്ചു, വാസ്ക്യു. അപ്പം കീരി വരാറുണ്ട്. കീരീനെ കണ്ടിട്ട് ആൻസർ നീ കണ്ടിട്ടില്ലേ? കീരീനാണോ നീ കണ്ടതെന്ന്? അതോ അന്ന് കണ്ടത് ഈ പെരുമ്പാമ്പിനെ തന്നെ ആയിരുന്നോ? ആ, അപ്പം നമ്മുടെ കോഴീനിട്ടേക്കണ വലയുടെ പുറകില് കുറച്ച് നമ്മുടെ ഈ വിറകുപെര മേഞ്ഞ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. വിറകുപെര ഉരുട്ടി ചാടിച്ചല്ലോ ചേട്ടൻ പോയി ഒരു തള്ളു കൊടുത്ത് മൊത്തം പറഞ്ഞ് താഴെ പോയി. അതിൻ്റെ ഷീറ്റെല്ലാം കൂടെ ആ വലയുടെ അപ്പുറത്താണ് ഇട്ടിരിക്കുന്നത്. അപ്പുറത്തെ പറമ്പിൻ്റെ അതിരിനോട് ചേർന്ന് ആ കല്ലിലാണ് ഇട്ടിരുന്നത്.
അപ്പോൾ പട്ടിയുടെ കുര കേട്ടോണ്ട് ഇവന് ഓടി ചെന്നപ്പോഴത്തേക്കും പൂച്ചക്കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. ഷീറ്റിന്റെ അടിയിൽ നിന്നാണോ കണ്ടതെന്ന് ഈ പൂച്ചക്കുഞ്ഞിനെ കണ്ടായിരുന്നോ? കണ്ടില്ല. പൂച്ചക്കുഞ്ഞ് കരയണം ഒച്ച കേട്ടോണ്ട് ഇവന് ഓടി ചെന്ന ഒരു കീരും എല്ലാം പിടിച്ചതായിരിക്കും എന്ന് ഓർത്തിട്ട് ഇവൻ വാക്കത്തി കയ്യിലെടുത്തവൻ വാക്കത്തി നിലത്തേക്ക് ഇട്ടിട്ട് അവൻ ഓടി. എന്നാൽ പിന്നെ വാക്കത്തി കൈ പിടിക്കണ്ടേ? ആ വാക്കത്തി അവൻ നിലത്തേക്ക് ഇട്ടിട്ട് ഓടി. അപ്പോൾ ഷീറ്റിന്റെ അടിയിൽ നിന്നാണ് 2-3 ഷീറ്റുണ്ട്, 3-4 ഷീറ്റുണ്ട്. അത് കുറച്ച് കരിങ്കല്ലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പം അവിടെ നിന്നാണ് കരച്ചിൽ കേട്ടെ. ഇവൻ ചെന്ന വഴി കൈകൊണ്ടാണോ നീ പൊക്കിയത്? പാമ്പ് കയറി കയ്യെ ചുറ്റി എന്ത് ചെയ്യുമായിരുന്നു? കൈ കൊണ്ട് ഇവൻ പൊക്കിയേക്കുന്ന ആ ഷീറ്റ് പോയിട്ട് ഇവിടെ ആരുമില്ല, അമ്മച്ചി മാത്രമല്ല. അമ്മച്ചിയാണെങ്കിൽ തിരിഞ്ഞു നോക്കത്തുമില്ല. അപ്പം പാമ്പ് കടിച്ച് ആശുപത്രി കൊണ്ടുവന്നിട്ട് ഇപ്പം അമ്മച്ചിയുടെ ഉറക്കുമല്ലോ. പാമ്പൊക്കെ അങ്ങനെ കടിക്കുമെന്ന് ചോദിച്ചാൽ അമ്മച്ചി അന്തസ്സായിട്ട് കയറി കിടന്നുറങ്ങുക. അപ്പം എന്നിട്ടോ എന്ത് ചെയ്തു? ഇവ ഷീറ്റ് പൊക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് പൂച്ചക്കുഞ്ഞിനെ ഇങ്ങനെ ചുറ്റി വരിഞ്ഞേക്കുക അതിൻ്റെ മേത്ത്. അന്നേരം അത് കരയണ്ടായിരുന്നു പൂച്ചക്കുഞ്ഞ. എല്ലാം ഒടിയുമ്പോൾ വേദന എടുത്ത് കരയൂല. ഉള്ള വാരിയെല്ലാം നട്ടലെല്ലാം ഒടിഞ്ഞാണ് അതിന്. പൂച്ചക്കുഞ്ഞ് ചത്തുപോയിട്ടോ. ഭയങ്കര വിഷമായിപ്പോയി, ഭയങ്കര വിഷമായിപ്പോയി. പറയാൻ പറ്റൂല, അത്രയും വിഷമായിപ്പോയി പൂച്ചക്കുഞ്ഞ് ചത്തുപോയത്. ആ പ്രാണിക്കുണ്ടായ 2 കുഞ്ഞുങ്ങളും ചത്തുപോയി. ഒരെണ്ണം പിന്നെ മരിച്ചാ ഉണ്ടായി വന്ന്. എന്നിട്ട് പൂച്ചക്കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവൻ പാട്ടയ്ക്കിട്ട് അടിച്ചു. എനിക്ക് ഇപ്പോഴും വിറയ്ക്കുവാ നെറ്റിയൊക്കെ. നിലത്തിൻ്റെ ഇവൻ 3 അടിച്ചു. പാമ്പ് വിട്ടില്ല. ഇത്രയും വണ്ണമുള്ള പെരുമ്പാമ്പ്. അതിനുശേഷം ആ പാട്ടയ്ക്കിട്ട് അടിച്ചപ്പോൾ പാമ്പ് പേടിച്ചിട്ട് പൂച്ചക്കുഞ്ഞിനെ വിട്ടിട്ട് ഇവന്റെ നേരെ ചാടി. നീ തിരിഞ്ഞോ അന്നേരം ഓടാൻ വേണ്ടി? അന്നേരമാണോ നിന്റെ സ്ലോയിലാണോ മാറണ്ടേ? എടുത്ത് ചാടി ഓടാണ്ടായിട്ടാ. സ്ലോയില് മാറിയതാന്ന്. ഇവന്റെ കാലിന്റെ ഉപ്പൂറ്റ് ഇത്രയും ഭാഗം കടിച്ചു, ചോര ഒലിച്ചു. എന്തോ ഭാഗ്യത്തിന് ഈ ചെറുക്കൻ രക്ഷപ്പെട്ടു പോകുന്നതാ. അല്ലെങ്കിൽ ഇവൻ മിസ്സിങ് ആന്ന് നമ്മൾ ഓർക്കും. പാമ്പ് വിഴുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഓർക്കണത് ഇവൻ മിസ്സിങ് ആന്ന്. ഇവൻ അലറിയില്ല, ഇവൻ കരഞ്ഞില്ല, ഇവൻ ഒച്ച വെച്ചില്ല, ഇവൻ ഒന്നും ചെയ്തില്ല. ഇവൻ ഞാൻ വലിയ വില്ലാളി വീരനാന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്ന ഒരു ഉണക്കക്കമ്പ് കൊടുത്തിട്ട് ആ പാമ്പിൻ്റെ തലക്കിട്ട് 2-3 അടിയും കൊടുത്തപ്പോഴത്തേക്കും അത് വേദന എടുത്തിട്ടായിരിക്കും അത് പിടിവിട്ട വഴി ഇവൻ ഓടിപ്പോന്നു. ഒറ്റ ശ്വാസത്തിൽ മതിൽ ചാടി കടന്നു കാണും പേടിച്ചിട്ട്. ഇവൻ ഇപ്പോഴും പറയണ ഇവന് പേടിയില്ല. നീ ഛർദിച്ചോ? പാമ്പിന്റെ വായിലേക്ക് ഇവന്റെ പാദം മൊത്തം കയറിപ്പോയി. ഇത് ഇത്രയും കയറ്റി. അന്നേരമാണ് അവന് കുരുത്തത്തിന് ആ വടി കിട്ടി. ആ വടി കിട്ടിയില്ലായിരുന്നു. ആ വടി നീ എടുത്ത് പിടിച്ചായിരുന്നോ? ആ പ്ലാവിന്റെ വടി ഓടിയണ സാധനം അല്ലായിരുന്നോ അത്? ഇത്രയും വണ്ണമുള്ള ഒരു സാധനം. നിനക്ക് വേറെ വാക്കത്തി എടുത്തവൻ വാക്കത്തി ഇട്ടിട്ട് പോയി. ആ വാക്കത്തി എടുത്തിട്ട് തലക്കിട്ട് 2 കൊടുത്ത് ജീവൻ രക്ഷിക്കാനുണ്ടായിട്ട് എന്ത് ചെയ്യണമെന്ന് പറ. സാധാരണ പിള്ളേരാണെങ്കിൽ ഒച്ച വെച്ച് കരയോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പൂച്ചയുടെ കരച്ചിലൊക്കെ എന്നെ ഏതാന്നൊന്നും അറിയത്തില്ല. ആരെങ്കിലും വിളിച്ചു കൂട്ടൂലായിരുന്നോ? എന്നാൽ പിന്നെ ഫോറസ്റ്റുകാരെ വിളിച്ചു, ഈ സാധനം ഇതിലെല്ലാം ഉണ്ട്, അവരൊക്കെ വന്ന് നോക്കിയിട്ടൊക്കെ ഉള്ളതാണ്. എന്നിട്ടോ നമ്മളതിന് ശേഷം കറക്റ്റ് അന്നത്തേക്ക് ഞാനും ചേട്ടനും വന്നു. ഇന്ന് എന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് ഒരു കടയിലും കയറാനും തോന്നിയില്ല, എങ്ങും വണ്ടി നിർത്തിയില്ല. കോളേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ 2 മിനിറ്റ് വണ്ടി നിർത്തിയിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. AC ഉള്ളതിന് തണുപ്പുള്ളത്. അത്തേക്ക് ഇവന് ഓടിപ്പഞ്ഞു പാമ്പെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ്റെ മുഖമൊക്കെ വല്ലാതെ ഇരിക്കുക. അപ്പം കാല് മുറിഞ്ഞു, എൻ്റെ കാല് പാട്ടയെ കൊണ്ട് മുറിഞ്ഞെന്ന് ഈ ചെറുക്കൻ പറഞ്ഞു. ഇവൻ പറഞ്ഞ 2ാമത്തെ തെറ്റ്. 1ാമത്തെ തെറ്റ് ഇവൻ ഒറ്റയിടത്തേക്ക് ഒറ്റയ്ക്ക് പോയി. ആരെങ്കിലും വിളിച്ചു കൂട്ടാതെ ഇവൻ ഒറ്റയ്ക്ക് പോയി. ഇവൻ ചെയ്ത 2ാമത്തെ തെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന വഴി ഇവൻ പറഞ്ഞു, ഞാൻ പാമ്പ് ചോദിച്ചു. ഇവൻ്റെ കാലിന് ചോരണ്ടാണ്. നിന്നെ പാമ്പ് കടിച്ചോ? എന്നാ പാമ്പാന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു ഇത്രയും മണ്ണുള്ള പാമ്പാന്ന് പറഞ്ഞു. അതായിട്ട് പെരുമ്പാമ്പാന്ന് തോന്നി. പിന്നെ അപ്പം ചേട്ടൻ വന്നിട്ടും വിശ്വസിക്കണില്ല. ചേട്ടൻ പറഞ്ഞു പിന്നെ അത്ര മണ്ണുള്ള പാമ്പൊന്നും ഇല്ലാന്ന് ചേട്ടൻ്റെ അവർക്ക് പറഞ്ഞു. വലിയ ചെറുതും അല്ല ആയിരിക്കും എന്ന് പറഞ്ഞു. അന്നേരം ഇവൻ പിന്നെയും പറഞ്ഞു ഇത്രയും മണ്ണുണ്ടെന്ന് ഇവൻ പറയണുണ്ട്. എന്നാൽ എൻ്റെ കാലിൻ്റെ അതാ കടിച്ചാന്ന് ഇവന് പറയാൻ പാടില്ല. ഇവൻ മിണ്ടിയില്ല. വിഷമുള്ള പാമ്പായിരുന്നെങ്കിൽ ഇവന് ഓർക്കും അത് പെരുമ്പാമ്പാന്ന് ഓർക്കുക. ഇത്രയും മുഴുപ്പൊക്കെയുള്ള വല്ല മൂർഖനൊക്കെ ആയിരുന്നു എന്താ അവസ്ഥ? അവന് 1/2 മണിക്കൂറത്തേക്ക് ഇവന് പിന്നെ ഉണ്ടാവുമോ?
ഇവൻ്റെ കയ്യിൽ തെറ്റ്. ഇവൻ അലറിക്കരഞ്ഞ് ഒച്ച വെക്കണം. ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവനോട് ഞാൻ പറയണതാ, എടാ അലറിക്കരഞ്ഞോളണം, ഒച്ച വെച്ചോളണം. നമുക്ക് നേരെ എന്ത് സിറ്റുവേഷൻ വന്നാലും നമ്മൾ ആദ്യം ഒച്ച എടുക്കണം. നമ്മളെ ഒച്ച കേട്ടിട്ട് മുന്നിലുള്ള ശത്രുക്കൾ പതറും. മനസ്സിലായോ? ഒരാളെ നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നാലും നീ ഒച്ച എടുത്തോളണം. ആ ഒച്ച കേട്ടാൽ തന്നെ ആൾക്കാർ പതറും. അതിപ്പോൾ പാമ്പാണേലും ചേമ്പാണേലും പാമ്പ് വരുമ്പോൾ ആൾക്കാർ ഷൂ എന്ന് പറഞ്ഞ് ഒച്ച എടുത്ത് ഓടിക്കണ കാണാൻ മേലേ. ആന വന്നാലും ഒച്ച എടുത്ത് ഓടിക്കും. എന്ത് സാധനം നമ്മുടെ മുന്നിൽ വരുന്ന ശത്രുക്കൾ വന്നാൽ, കിഡ്നാപ്പേഴ്സ് ആണെങ്കിലും വന്നാൽ, തട്ടിക്കൊണ്ടു പോകാൻ വന്നവരാണ്, നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഒച്ച എടുക്കേണ്ടത്. അപ്പം എവിടെന്നെങ്കിലൊക്കെ സഹായം വരും. അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. എന്നിട്ട് ഈ ചെറുക്കൻ്റെ പേർക്ക് ഒച്ച എടുത്തില്ല. എന്നിട്ട് എൻ്റെ ഇപ്പോഴും അവൻ പറയണെന്ന് എനിക്ക് പേടിയില്ല എന്ന്. പാമ്പിൻ്റെ വായിൽ കാല് പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വായിൽ നിന്നുള്ള ഒരു പത പോലെ ഒരു സംഭവം ഉണ്ട്. അത് കാലേ പറ്റിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അറച്ചെന്ന്. ആദ്യമായിട്ട് ജീവിതത്തിൽ പാമ്പിനെ തൊടുന്നേ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇനി പാമ്പിനെ എടുക്കുവോ? ചിലപ്പോൾ എടുക്കുമെന്ന് പേടിയില്ല. കഴിക്കാത്തത്. ആ, ഞാൻ എന്ത് ചെയ്യും? എന്നിട്ട് ഈ ചെറുക്കൻ പറഞ്ഞില്ല. ഞങ്ങളാണ് ഈ തൊടുപുഴ പോവാന്ന് പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് ഇതിലെ പറമ്പ് മൊത്തം അന്വേഷിച്ചു, പാമ്പിനെ കണ്ടില്ല. അന്നേരം ചേട്ടന് വിശ്വാസമില്ല, ഇത്രയും മണ്ണുള്ള പാമ്പ് വരില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ചേട്ടൻ. വാ വാ വാ, ഞാൻ ഇത്ര ഇരുന്ന് പറഞ്ഞല്ലോ. ചേട്ടൻ എന്താ പറയാനുള്ള? ചേട്ടൻ വിശ്വസിക്കാത്ത ആളായിരുന്നു. മനസ്സിലായോ? ആ പറ. ചേട്ടൻ വിശ്വസിക്കാത്ത ആളായിരുന്നു. ചേട്ടൻ ഒന്നും പറയാത്ത? എനിക്ക് അത്ര വിശ്വാസം വന്നില്ല. കാരണം അതങ്ങനെ പെട്ടെന്ന് പോകാൻ സൈസ് അല്ല. പെരുമ്പാമ്പുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും മാറി കിടക്കുള്ളൂ പയ്യെ. പക്ഷെ ഇതിവിടെ ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട്. കാരണം അത് അവിടെ ആ കാട് മൂടി കിടക്കുന്നുണ്ട്. അവിടെ ഫാം നടത്തുന്നതിൻ്റെ അവിടെ ആ ഭാഗത്തുണ്ടെന്നാ പറയണേ. അത് മാത്രമൊന്നുമില്ല, ഇതിലെ പലരും കണ്ടിട്ടുണ്ട്. പലരും ഈ ഭാഗത്തോടെ പാമ്പിനെ കണ്ടിട്ടുണ്ട്. പെരുമ്പാമ്പിനെ തന്നെ പലരും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വസിക്കാതിരിക്കാൻ പറ്റൂല. ഈ ചെറുക്കൻ്റെ കാലിൽ മുറിവ്. എന്നിട്ട് ഞങ്ങളെ തൊടുപുഴയെല്ലാം പോയി ക്രിസ്റ്റലിൽ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ പൂച്ചക്കുഞ്ഞിനെ ഇവൻ മുൻവശത്തേക്ക് കൊണ്ട് വിട്ടായിരുന്നു. ആ പൂച്ചക്കുഞ്ഞാണെങ്കിൽ ഗോവണിയുടെ പുറകിൽ കയറുന്ന മോളിൽ കയറുന്ന സ്റ്റെപ്പിൻ്റെ താഴെ കിടക്കുമായിരുന്നു. ആ പൂച്ചക്കുഞ്ഞിനെ ഞാൻ പറഞ്ഞു, എടാ അതിനെ മുമ്പിൽ കൊണ്ട് വിട്ടായിരുന്നു. ഞാനോർത്ത പൂച്ചക്കുഞ്ഞ് ഓക്കെ ആയിരിക്കും, കുഴപ്പമൊന്നുമില്ലായിരിക്കും, ചുറ്റിയല്ലേ ഉള്ളെന്നൊക്കെ ഓർത്തു. പക്ഷെ ചുറ്റി അതിൻ്റെ ഉള്ളിലെ എല്ലും അസ്ഥികളെല്ലാം മുറുങ്ങിപ്പോയി. അത് നടക്കില്ല. അത് എങ്ങനെ അത് ഇഴഞ്ഞ ആ കോണിയുടെ അടിയിൽ എത്തിയെന്ന് ഞാൻ ഓർക്കണം ജീവനും കൊണ്ട്. ഞാൻ എപ്പോഴും ഓർക്കണേ. എന്നിട്ട് ആ പൂച്ചക്കുഞ്ഞ് കാറിൻ്റെ അടിയിൽ കയറി കിടന്നു. അപ്പം ഞങ്ങൾ പോകാൻ നേരത്തെ കാറിൻ്റെ ഡിക്കി അതും ഇതും ബോണറ്റും ഒക്കെ തുറന്ന് നോക്കിയപ്പം പൂച്ചക്കുഞ്ഞിനെ കണ്ടില്ല. കാറ് മുമ്പോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ അത് ടയറിൻ്റെ ചോട്ടിൽ കിടപ്പുണ്ടായിരുന്നു. ടയറിൻ്റെ ചോട്ടിൽ ആ കുഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അത് അടിയിൽ കിടന്നത് നമ്മൾ കണ്ടില്ല അല്ലേടാ? എൻ്റെ മേത്തോടെ വണ്ടി കയറിയൊന്നും ഇല്ലല്ലോ. എനിക്ക് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. എൻ്റെ പൂച്ചക്കുഞ്ഞ് ആ ഒരു കുഞ്ഞിനെ കിട്ടിയോളൂ. ടീറ്റി എടുത്ത് കൈക്ക് വേദന. എന്നിട്ട് ഞങ്ങൾ അതിനെ ഇറയത്തൊരു തോർത്തും വിരിച്ച് അതിനെ അതിൽ കിടത്തിയിട്ടാണ് പോയത്. ഞാനോർത്തത് ശ്വാസം എടുക്ക പേടിച്ച് പോയോണ്ടായിരിക്കും എന്ന് ഞാനോർത്ത്. ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ചത്ത് മരവിച്ച് പോയായിരുന്നു. മരം പോലെ മരവിച്ച് പോയി ആ പൂച്ചക്കുഞ്ഞ്, ചത്ത് മരവിച്ച്. അത് കണ്ടപ്പോഴത്തേക്കും ഇവൻ എന്തോ പോലെയായി. ഇതെന്നെ ചേട്ടൻ എന്നെ തലയും കുണിച്ചിരിക്കുന്നത്. ഞാൻ സത്യത്തിൽ പേടിച്ചു പോയി. ചേട്ടനാണെങ്കിൽ ചുമ്മാ ആട്ടുംകൂട്ടറിലൊക്കെ ചുമ്മാ പോയി തലയിടുന്നു. അവിടെ എങ്ങനെ ഈ സാധനം കയറിയിരുന്ന തല എങ്ങനെ വിഴിഞ്ഞാലോ. മനുഷ്യന് പേടിയായിട്ടും മേല. ഇനി എന്നാ ചെയ്യുമെന്ന് ഓർത്ത്. ഈ ചെറുക്കനെ എന്തേലും പറ്റിയായിരുന്നെങ്കിലോ. ഇവൻ നിസ്സാരമായിട്ട് കണ്ട് പറയുന്നുണ്ട്, പക്ഷെ എന്തേലും പറ്റിയായിരുന്നെങ്കിലോ. മുറിവ്, ചോര. എന്നിട്ടോ
ഇവൻ ഇതാന്ന് പറഞ്ഞ് അതിലെല്ലാം പോയി കറങ്ങി വീട്ടിൽ വന്നിട്ട് ഇവൻ കട്ടിലെ കയറി കമന്ന് കിടക്കുക. അപ്പം അവൻ്റെ കിടപ്പ് കണ്ടപ്പോൾ എനിക്ക് പന്തികേട് തോന്നി. ഈ പാട്ടയാണെങ്കിൽ അതിന് തുരുമ്പുണ്ട്, എന്താണേലും ടീറ്റി എടുക്കേണ്ടവർ. ഇവനാണ് കുത്തിവയ്പ്പ് പേടി. കുത്തിവെക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇവൻ പറയും എനിക്ക് പേടിയില്ല എന്ന്. അതിന് ശേഷം ചേട്ടൻ പൂച്ചേനെ എടുത്തോണ്ട് കുഴിച്ചിടാനായിട്ട് പോയ സമയത്ത് ഇവൻ എന്നോട് പപ്പയോട് പറയല്ല എന്നെ പാമ്പാ കടിച്ചതെന്ന്. ഞാൻ വണ്ടിയെന്ന് ഇറങ്ങി പാടും ഞാൻ ചോദിച്ചതാടാ നിന്നെ പാമ്പാണ് കടിച്ചേ നീ ഉള്ള സത്യം പറയാന്നൊക്കെ പറഞ്ഞ് ഈ ചെറുക്കൻ മിണ്ടിയില്ല. എന്നിട്ട് ഇവനൊരു 9-9:30 ആയപ്പോൾ ഇവൻ്റെ പേർക്ക് പറയുക പാമ്പാ എന്നെ കടിച്ചെന്ന് പറയും. ഇവന് ഒറ്റ കരച്ചില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ഈ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ പോയി, ഗവൺമെൻറ് ആശുപത്രി തൊടുപുഴയിലേക്ക് പോയി. അവിടെ ഈ പാമ്പിൻ്റെ ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയപ്പോൾ അവിടെ അന്യായ തിരക്ക്. അന്നേരം തന്നെ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ കൈ അനക്കടാ അല്ലെ നീരാവൂടെ ഇറക്കാം. ആ കൈ അനക്കില്ലേ നീരാകും. ആ കൈ അനക്ക അല്ലെ നീരായ പിന്നെ പൊങ്ങോയില്ല നാളുമില്ല. അങ്ങനെ അതുകൊണ്ട് എടുക്കല്ല. എന്നിട്ട് ഹോളി ഫാമിലി ഹോസ്പിറ്റലിലാണ് കരിക്ക നമ്മൾ ഹോളി ഫാമിലി വിളിച്ചു ചോദിച്ചു അവിടെ പാമ്പിന്റെ ചികിത്സ ഉണ്ടോ എന്ന് വെച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ സമയത്ത് ഉണ്ടാവൂന്ന് ചോദിച്ചപ്പോൾ അപ്പം എന്താ കടിച്ചതെന്ന് വെച്ചപ്പം പെരുമ്പാമ്പാന്ന് പറഞ്ഞു. പിന്നെ പെരുമ്പാമ്പിന്റെ പടം ഇവനെ കാണിച്ചു കൊടുത്തപ്പോൾ ഇത് തന്നെ എന്നെ കടിച്ചതെന്ന് ഇവൻ എന്നോട് പറഞ്ഞു കേട്ടോ. അങ്ങനെ പറഞ്ഞ് നമ്മൾ അവിടെ ചെന്നു. പിന്നെ 5 മണിക്കൊക്കെ കടിച്ചിട്ട് 9 മണി വരെ വിഷമുള്ള പാമ്പാണെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ഇരിക്കത്തില്ല. അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് അവർ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓടിപ്പാഞ്ഞ് വന്നു കേട്ടോ. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നെഗറ്റീവാണ് വന്നത്. കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പിന്നെ അവിടെ അവരുടെ സീനിയർ ഡോക്ടറെ, കാഷ്വാലിറ്റി ഡോക്ടേഴ്സ് ഉള്ളത്, സീനിയർ ഡോക്ടറെ വിളിച്ചു വെച്ച് പറഞ്ഞു അവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് ഒബ്സർവേഷന് വെക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇവിടെ തൊട്ടടുത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആശുപത്രിയിൽ എത്താൻ, നമുക്ക് വലിയ ദൂരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു വീട്ടിൽ പൊക്കോളാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവനെ മുറിവെ പുരട്ടാനുള്ള മരുന്നും ഇവന് കഴിക്കാൻ വേണ്ടി പെയിൻ കില്ലറും എല്ലാം ഇവന് കൊടുത്തിട്ടുണ്ട്. എല്ലാ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവന് വേണ്ട എല്ലാ മരുന്നുകളും അവർ തന്നാണ് വിട്ടത്. ഇനിയിപ്പം അതെല്ലാം കഴിക്കണം. മനസ്സിലാണെങ്കിൽ ഒരു എക്സാം ഉണ്ട്. അവൻ്റെ ക്ലാസ് ടീച്ചറിനെ ഒരു സാറാണ് വിളിച്ചിട്ട് കിട്ടിയില്ല. വാട്സപ്പിലെല്ലാം വിളിച്ചു നോക്കി, എല്ലായിടത്തും വിളിച്ചിട്ട് കിട്ടിയൊന്നുമില്ല. അപ്പം പിന്നെ അവർക്കും പേഴ്സണലായ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്ന മൊബൈലൊക്കെ എടുക്കുമെന്ന് നമുക്കറിയാമോ. അങ്ങനെ വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ എന്താ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നടന്നത്. അപ്പം ഇവന് കൊടുക്കാവുന്ന ഉപദേശങ്ങളൊക്കെ എല്ലാവരും കൊടുക്കണം. പിന്നെ ചേട്ടൻ ഭയങ്കരമായിട്ട് അപ്സെറ്റായി പോയി എന്ന് തോന്നുന്നു. ചേട്ടന് ഭയങ്കര ഷോക്കായിപ്പോയി. ചേട്ടനാണെങ്കിൽ ഞങ്ങൾ വേറെ ചേട്ടനെ വിളിച്ച് അതിലെല്ലാം നോക്കി സാധനം അവരെ മരത്തിലൊന്നും കയറിയിരുന്ന് അറിയത്തില്ലെന്ന് അപ്പുറത്തെ വീട്ടിലെ ചേട്ടനും പറഞ്ഞു. പണ്ടിത് ഇങ്ങനെ ഒരു കൊന്നയിൽ കയറിയിരുന്നിട്ട് കൊന്ന ഇങ്ങനെ വളഞ്ഞ ഭാരം കൊണ്ട് കൊന്ന താഴേക്ക് ഇങ്ങനെ തൂങ്ങിയിട്ട് അന്നേരം കാണുന്നത്. അതുപോലെയൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഇവിടെ അല്ല വേറെ എവിടെയൊക്കെയോ അപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ വേനൽക്കാലമൊക്കെ ഈ സാധനമൊക്കെ വല്ല ചൂടൊക്കെ അടിച്ചിങ്ങനെ കിടക്കുമ്പോൾ തണുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയൊക്കെ കയറി വരാം. അപ്പം അതുകൊണ്ട് ഇനിയിപ്പം നിന്നോട് എനിക്ക് പറയാനുള്ളത് തന്നെ വീടിൻ്റെ പുറത്തിറങ്ങി പോയേക്കരുത്. ചുമ്മാ തേരാവാരം നടക്കണ്ട കേട്ടോടാ. എന്നാ പറ്റിയേ? കാലിന് വേദനയാണോ? കാലിന് വേദനയാണോടാ? മാറിക്കേടാ. വേദനയാണോന്ന്? പിന്നെ എന്നാ പറ്റിയെന്ന് പറ. ഒബ്സർവേഷനിൽ വെക്കാനാ ഇവനെ പറഞ്ഞേക്കണത്. നോക്കാൻ തട്ടരുതട്ടോടാ മൊബൈല് പറഞ്ഞു. നിനക്ക് വേദന വന്നിട്ടുണ്ടോ? നിനക്ക് ബോധം മറിയണുണ്ടോ? ബോധം പണ്ടേ ഇല്ലാത്തതാ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കാര്യം. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ബൈ.